ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ വലിയ ഏറ്റെടുക്കലുകളാണ് ഈ വർഷം തുടങ്ങിയത് മുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയിലെ ഒരു തന്ത്രപരമായ നീക്കത്തിലേക്കാണ് പോകാനുള്ളത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ഡോട്ടിലേക്ക് സ്വാഗതം. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത കപട ഉപഗ്രഹങ്ങൾ വാങ്ങുന്നതിനായുള്ള വലിയ നീക്കത്തിലാണ് രാജ്യം. എയർഷിപ്സ് ബേസ്ഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്യൂഡോ സാറ്റലൈറ്റ്സ് ASHAPS എന്നതാണ് ഇവയുടെ ശരിക്കുമുള്ള പേര്. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കപട ഉപഗ്രഹം നമ്മൾ വാങ്ങുന്നത്? പറഞ്ഞുതരാം. ഞാൻ ഇതിന്റെ പേര് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കപട ഉപഗ്രഹം എന്നത്. അതെ, യഥാർത്ഥ ഉപഗ്രഹങ്ങൾ ചെയ്യുന്ന ജോലികൾ തന്നെയാണ് ഈ കപട ഉപഗ്രഹങ്ങളും ചെയ്യുന്നത്. ശരിക്കുമുള്ള ഉപഗ്രഹങ്ങൾ ശൂന്യാകാശത്തേക്ക് അയക്കുന്നതിന് വേണ്ടി വലിയ ചെലവാണ് ഉണ്ടാകുക എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കപട ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ ഉപഗ്രഹങ്ങൾ ചെയ്യുന്ന ജോലികൾ ഇവ കൃത്യമായി കൈകാര്യം ചെയ്യും. എന്നാൽ ഉപഗ്രഹങ്ങൾ അയക്കുന്ന അത്രയും ചെലവ് ഇവയ്ക്കില്ല എന്നതുമാണ് ഇതിന്റെ ഗുണവശമായി എടുത്തു പറയാനുള്ളത്. ഒരു ഡ്രോണിന് സമാനമായ രീതിയിൽ അലഞ്ഞു തിരിഞ്ഞ് അന്തരീക്ഷത്തിന്റെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിൽ നിലയുറപ്പിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവയ്ക്ക് സാധിക്കും. ശത്രു സംവിധാനങ്ങളെയെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് വിവരങ്ങൾ കൈമാറാൻ ഇവയ്ക്ക് വളരെ മികച്ച കഴിവാണുള്ളത്. ഒരുപാട് ഉയരത്തിൽ പറക്കാത്തത് കൊണ്ട് തന്നെ ശത്രു റഡാറിൽ പതിയാതെ മുങ്ങി നടന്ന് കൃത്യമായ നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ ഈ സ്യൂഡോ സാറ്റലൈറ്റുകൾക്കാകുമെന്നതും ഇതിന്റെ ഗുണവശമാണ്. പ്രതിരോധ മേഖലയിൽ വമ്പൻ ഏറ്റെടുക്കലുകളാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 3.60 ലക്ഷം കോടി രൂപയുടെ ഭീമാകാരമായ മൂലധന ഏറ്റെടുക്കൽ പദ്ധതിയുടെ ഭാഗമാണ് ഈ ഒരു തീരുമാനം. വിവിധ മിസൈലുകൾക്കൊപ്പം റഫേൽ യുദ്ധവിമാനങ്ങളും വിശാലമായ ഈ ഒരു പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. പ്രതീക്ഷിക്കുന്ന ചെലവ് ഏകദേശം 15,000 കോടി രൂപയാണ്. ഈ നീക്കം IAFന്റെ നിരീക്ഷണ ചട്ടക്കൂടിലെ ഒരു പ്രധാന പുരോഗതിയാണ് എടുത്തു കാണിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണെന്നതും എടുത്തു തന്നെ പറയണം. ഇനി ഈ കപട ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നത് സൗരോർജത്തിലാണെന്നതും വലിയ മികവായി തന്നെ കണക്കാക്കണം. അലഞ്ഞുതിരിഞ്ഞ നിരീക്ഷണം നടത്തുന്ന പകൽ സമയങ്ങളിൽ ഈ സൗരോർജത്തിൽ ഇവ പ്രവർത്തിക്കും. അതുപോലെ തന്നെ രാത്രിയായി കഴിഞ്ഞാൽ സൗരോർജത്തിലൂടെ ശേഖരിച്ച ആ ഒരു ചാർജ് ബാറ്ററിയിൽ നിന്നും ഉപയോഗിച്ചാകും ഇവ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഹൈബ്രിഡ് ഊർജ്ജ സംവിധാനം ഈ ഉപകരണങ്ങളെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ആകാശത്ത് നിലയുറപ്പിച്ച് നിരീക്ഷണ പ്രവർത്തനങ്ങൾ നടത്താൻ സഹായിക്കുമെന്നതാണ്. ഈ ക്രാഫ്റ്റുകൾ 18 മുതൽ 20 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് നിരീക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഉയർന്നു പൊങ്ങുക. പരമ്പരാഗത ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്നും 200 കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു. അവ വിക്ഷേപിക്കുന്നതിന് ചെലവേറിയ റോക്കറ്റ് വിന്യാസങ്ങളും സങ്കീർണമായ ഓർബിറ്റൽ മെക്കാനിക്സും ആവശ്യമാണ്. ഇതിന് വിപരീതമായി സ്ട്രാറ്റോസ്ഫിയറിൽ നിലയുറപ്പിച്ചുകൊണ്ട് HAPS അത്തരം ചെലവുകൾ ഒഴിവാക്കുന്നു. വളരെ കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹ പ്രവർത്തനങ്ങളെ അനുകരിച്ചാണ് ഇവ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് സ്യൂഡോ സാറ്റലൈറ്റ്സ് അല്ലെങ്കിൽ കപട സാറ്റലൈറ്റ്സ് എന്ന് പേര് വരാൻ കാരണം. സൂക്ഷ്മമായ അതിർത്തി മാറ്റങ്ങളോ സൈനിക നീക്കങ്ങളോ തൽക്ഷണം കണ്ടെത്തുന്നതിൽ ഈ പ്ലാറ്റ്ഫോമുകൾ വലിയ മികവാണ് പുലർത്തുന്നത്. ഹൈ ഡെഫിനിഷൻ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഇവ ഉയർന്ന വാച്ച് ടവറുകളായി പ്രവർത്തിക്കുന്നു എന്നത് വേണം എടുത്തു പറയാൻ.